UK വന്നിട്ട് നമ്മളങ്ങനെ ഫസ്റ്റ് ടൈം ഒരു മാരേജ് അറ്റൻഡ് ചെയ്യാൻ പോവാ. എൻ്റെ ക്ലോസ് ഫ്രണ്ട് ദിവ്യയുടെയും ചിറ്റവൻ്റെയും മാരേജ് ആണ്. ആക്ച്വലി മാരേജ് September 14 ഞാൻ വീഡിയോ എഡിറ്റ് ആക്കി അപ്ലോഡൊക്കെ ആക്കി വരുമ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയെന്ന് മാത്രം. ഇപ്സിച്ചിലെ സെൻറ്റ് ജെയിംസ് എന്ന് പറഞ്ഞ ചേർച്ചിലായിരുന്നു വെഡ്ഡിങ്. അപ്പോൾ 11:30 ടൈം പറഞ്ഞാൽ നമ്മൾ ഏകദേശം ആ ടൈമിന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കല്യാണം പോലെ അധികം ക്രൗഡൊന്നും ഇവിടെ പറ്റില്ലല്ലോ. അതുകൊണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു പരിപാടിയായിരുന്നു ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൈനലി അങ്ങനെ ദിവ്യയും ചിറ്റവും ഒഫീഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫായി. എന്താ പറയുക, ഇതവരെ സംബന്ധിച്ച് ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. ദേ ലുക്ക് ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ടുഗെദർ. അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞ് ചിറ്റോതെ ദിവ്യയ്ക്ക് മന്ത്രകോടിയൊക്കെ കൊടുത്തു. പിന്നെ നമ്മളെല്ലാവരും നേരെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് പോയത്. ഈ കാണുന്ന ഡെക്കറേഷൻസ് എല്ലാം സെറ്റാക്കിയത് ഫ്രണ്ട്സ് കൂടിയിട്ടാണ്. മഴ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഇവൻ്റ് ഒന്നും ഏൽപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഴ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വെഡ്ഡിംഗ് ഒക്കെ നല്ല കളറാക്കി. പരിപാടി നടക്കുന്നതിൻ്റെ ഇടയിൽ മഴയൊക്കെ പെയ്തു, പക്ഷെ കുഴപ്പമില്ല. കണ്ടില്ലേ, ഫോട്ടോഗ്രാഫേഴ്സ് ചേട്ടന്മാർ വരെ കുട പിടിച്ചിട്ട് നല്ല ഫാന്റസി വേൾഡ് ഉണ്ടാവും. സോ ഇൻ മൈ ഡ്രീം എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, ലൈക്ക് എന്നെ പ്രിൻസസിനെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരാള്. പക്ഷെ അത് ഫാന്റസി ആയിട്ട് നിൽക്കുന്നയാളും എല്ലാം സെറ്റ് ഫാമിലി മൈ ഫ്രണ്ട്സ് ഐ ഗോട്ട് ദ ബെസ്റ്റ്. ഇനി അങ്ങോട്ട് മഴ കൂടിയപ്പോൾ ഞങ്ങൾക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫുഡിൻ്റെ ഒന്നും നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബൈ ബൈ പറഞ്ഞിറങ്ങി. പോകുന്ന വഴിക്ക് കണ്ടില്ലേ, നല്ല മഴയായിരുന്നു. എന്തായാലും കല്യാണമൊക്കെ നല്ല ഉഷാറായി. അധികം ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല മഴ കാരണം. അപ്പം ഞാൻ എന്തായാലും കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്യാം. അപ്പം രണ്ടാൾക്ക് ഞങ്ങളുടെ വക ഹാപ്പി മാരീഡ് ലൈഫ്.